ഇന്ത്യൻ റോഡുകളിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിൽ ഇപ്പോൾ നിശബ്ദമായ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി പെട്രോൾ പമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനത്തിൽ എഥനോളിന്റെ അളവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ രാജ്യവ്യാപകമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മൈലേജ് കുറയുന്നു എന്ന ഉപഭോക്താക്കളുടെ പരാതി ശരിയാണെന്ന് ഇപ്പോൾ സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. പുതിയ കണക്കുകൾ പ്രകാരം E20 ഇന്ധനം നൽകുന്ന സാങ്കേതിക വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഓരോ വാഹന ഉടമയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. പരിസ്ഥിതി സൗഹൃദമായ ഒരു നീക്കമെന്ന നിലയിൽ ഇത് ആഘോഷിക്കപ്പെടുമ്പോഴും സാധാരണക്കാരൻ്റെ പോക്കറ്റിനെയും വാഹനത്തിൻ്റെ ആയുസ്സിനെയും ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നത് ഗൗരവകരമായ ഒരു ചോദ്യമാണ്. എന്താണ് ഈ E20 പെട്രോൾ? സാധാരണ പെട്രോളിൽ 20% എഥനോൾ, അതായത് ഈഥെയ്ൻ ആൽക്കഹോൾ കലർത്തിയ മിശ്രിതമാണ് E20 എന്ന് പറയുന്നത്. കരിമ്പ്, ചോളം, ബാർലി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും അവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും വാറ്റിയെടുക്കുന്ന ഒന്നാണ് എഥനോൾ എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും വിദേശ നാണ്യം ലാഭിക്കാനും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് സർക്കാർ വാദം. നിലവിൽ ഇന്ധനത്തിന്റെ ഒക്ടേൻ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ എഥനോൾ ഒരു ബൂസ്റ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് 91 ആയിരുന്ന ഒക്ടേൻ റേറ്റിംഗ് E20 വന്നതോടെ 95 ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ മാറ്റം അത്ര ലളിതമല്ല. പെട്രോളിനെ അപേക്ഷിച്ച് ഊർജ്ജ സാന്ദ്രത, അതായത് എനർജി ഡെൻസിറ്റി കുറഞ്ഞ പദാർത്ഥമാണ് എഥനോൾ. ഇത് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം ശുദ്ധമായ പെട്രോളിനേക്കാൾ കുറവായതാണ് മൈലേജ് കുറയാനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വാഹന ഉടമകളുടെ ഏറ്റവും വലിയ ആശങ്ക മൈലേജിനെ കുറിച്ചിട്ടുള്ളതാണ്. E20 ഇന്ധനം ഉപയോഗിക്കുമ്പോൾ മൈലേജിൽ കുറവുണ്ടാകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. E20 ഇന്ധനത്തിന് അനുസൃതമായി രൂപകൽപ്പന ചെയ്ത പുതിയ വാഹനങ്ങളിൽ, അതായത് BS6 ഫേസ് 2, അതുപോലും 1 മുതൽ 2% വരെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ 2023 ഏപ്രിലിന് മുമ്പ് നിർമ്മിച്ച പഴയ വാഹനങ്ങളിലാണ് ഇതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായി അനുഭവപ്പെടുന്നത്. ഇത്തരം വാഹനങ്ങളിൽ 3 മുതൽ 6% വരെ മൈലേജ് കുറയാമെന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത്. അതായത് 1 ലിറ്റർ പെട്രോളിന് 20 കിലോമീറ്റർ മൈലേജ് ലഭിച്ചിരുന്ന വണ്ടിയിൽ ഇപ്പോൾ 18 അല്ലെങ്കിൽ 19 കിലോമീറ്റർ മാത്രമേ ലഭിക്കൂ. ഇന്ധനത്തിന് 20% മായം ചേർത്തതിന് തുല്യമാണ് ഇതെന്നും എന്നിട്ടും വില കുറയ്ക്കാത്തത് അനീതിയാണെന്നുമാണ് ഉപഭോക്താക്കളുടെ വാദം. ഇനി എഞ്ചിനെ കാത്തിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഥനോൾ ഒരു ലായകമാണ്, അതായത് സോൾവെന്റ്. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഈർപ്പത്തെ അല്ലെങ്കിൽ ജലാംശത്തെ വേഗത്തിൽ ആഗിരണം ചെയ്യുന്നു. പെട്രോൾ ടാങ്കിനുള്ളിൽ എത്തുന്ന ഈ ഈർപ്പം കാലക്രമേണ ലോഹഭാഗങ്ങൾ തുരുമ്പെടുക്കാൻ കാരണമാകും. ഇന്ധന ടാങ്ക്, ഇഞ്ചക്ടറുകൾ, പൈപ്പുകൾ എന്നിവയിലെ ലോഹഭാഗങ്ങളെ ഇത് സാവധാനം നശിപ്പിക്കുന്നു. അതിനേക്കാൾ ഭീകരമായ പ്രശ്നം റബ്ബർ, പ്ലാസ്റ്റിക് ഭാഗങ്ങളെ ഇത് ബാധിക്കുന്നു എന്നതാണ്. വാഹനങ്ങളിലെ സീലുകൾ, ഗ്യാസ്കറ്റുകൾ, ഫ്യൂൽ ഹോസുകൾ എന്നിവ എഥനോളിന്റെ സാന്നിധ്യത്തിൽ വേഗത്തിൽ നശിപ്പിക്കപ്പെടും. വാഹനം ദീർഘകാലം ഓടിക്കാതെ ഇട്ടാൽ ഇന്ധനത്തിലെ എഥനോൾ ജലാംശവുമായി വേർതിരിയുകയും ഇത് സ്റ്റാർട്ടിംഗ് പ്രശ്നങ്ങൾക്കും എഞ്ചിന്റെ ആന്തരിക തകരാറുകൾക്കും വഴിയൊരുക്കുകയും ചെയ്യും. എയർ ഫ്യൂവൽ അനുപാതത്തിൽ വരുന്ന മാറ്റം എഞ്ചിന്റെ പ്രകടനത്തെയും സ്മൂത്ത്നെസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം. 2023 ഏപ്രിലിന് ശേഷം പുറത്തിറങ്ങിയ മിക്ക വാഹനങ്ങളും E20 കംപ്ലൈന്റ് ആണ്. എന്നാൽ 5 മുതൽ 10 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളുടെ കാര്യത്തിലാണ് ആശങ്കയേറുന്നത്. നിങ്ങളുടെ വാഹനം 2023 മുൻപുള്ളതാണെങ്കിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്ന തകരാറുകൾ തടയാൻ ചില മുൻകരുതലുകൾ എടുക്കാം. ഹീറോ മോട്ടോകോപ്പ്, TVS തുടങ്ങിയ പ്രമുഖ കമ്പനികൾ തങ്ങളുടെ പഴയ മോഡലുകളിൽ ഗ്യാസ്കറ്റുകൾ, ഓറിങ്ങുകൾ, ഫ്യൂവൽ ട്യൂബുകൾ എന്നിവ മാറ്റാൻ നിർദ്ദേശിക്കുന്നുണ്ട്. E20 ഇന്ധനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റബ്ബർ ഭാഗങ്ങൾ ഘടിപ്പിക്കുന്നതിലൂടെ വലിയൊരു പരിധിവരെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാം. ഇത്തരം മാറ്റങ്ങൾക്ക് വലിയ ചെലവ് വരില്ലെങ്കിലും അത് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ എഞ്ചിൻ പണിവരാൻ സാധ്യതയേറെയാണ്. കൂടാതെ ഇന്ധനം ടാങ്കിൽ അധികകാലം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്നതും ടാങ്ക് എപ്പോഴും നിറച്ച് സൂക്ഷിക്കുന്നതും ഈർപ്പം കയറുന്നത് തടയാൻ സഹായിക്കും. പല പെട്രോൾ പമ്പുകളിലും ഇപ്പോൾ സാധാരണ പെട്രോളിന് പകരം E20 മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന പരാതി വ്യാപകമാണ്. ഇത് ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ധനത്തിൽ 20% എഥനോൾ ചേർക്കുന്നതിലൂടെ സർക്കാരിനും എണ്ണ കമ്പനികൾക്കും വലിയ ലാഭമുണ്ടാകുന്നുണ്ടെങ്കിലും അതിന്റെ ഗുണം ഉപഭോക്താവിന് വിലക്കുറവായി ലഭിക്കുന്നില്ല. മറിച്ച് കുറഞ്ഞ മൈലേജ് കാരണം ഉപഭോക്താവ് കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹനത്തിന്റെ വാറണ്ടി കാലാവധി തീരുന്നതിന് മുമ്പ് അനധികൃതമായി ഇന്ധനം ഉപയോഗിച്ചാൽ വാറണ്ടി നഷ്ടപ്പെടുമെന്ന ഭീഷണിയും ചില കമ്പനികൾ ഉയർത്തുന്നുണ്ട്. ടയോട്ട പോലെയുള്ള ആഗോള ബ്രാൻഡുകൾ തന്നെ തങ്ങളുടെ പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും E20 ഒരു അനിവാര്യതയാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനും ഇത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് ഇതൊരു വലിയ ഉത്തേജകമാകും. എന്നാൽ ഈ മാറ്റം നടപ്പിലാക്കുമ്പോൾ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ സർക്കാർ വിസ്മരിക്കരുത്. അവർക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും ഇന്ധന മിശ്രിതങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകേണ്ടതുണ്ട്. എഞ്ചിൻ ട്യൂണിങ്ങിലൂടെയും കൃത്യമായ അറ്റകുറ്റപ്പണികളിലൂടെയും E20 നൽകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിക്കുമെങ്കിലും ഇതിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് വരും വർഷങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. ഇനി നിങ്ങളുടെ വാഹനം E20 കംപ്ലൈൻറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. 2023 മുൻപുള്ള വാഹനമാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഫ്യൂൽ സിസ്റ്റം പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള റബ്ബർ ഭാഗങ്ങൾ മാറ്റുകയും ചെയ്യുക. സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട്. പക്ഷേ അത് വണ്ടിയുടെയും പോക്കറ്റിൻ്റെയും ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം.